രസമുണ്ട് കേട്ടോ, പടം കണ്ടിരിക്കുന്ന പ്രത്യേക രസമുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് എനിക്ക് തോന്നുന്നു ഇവർ മൂന്നുപേരുള്ള കോംബോ സീനുകളൊക്കെ നല്ല ഭംഗിയായിട്ടാണ് പോകുന്നത്. എക്സ്പെഷ്യലി രോമാറ്റത്തിന് ശേഷം അതിലേക്ക് ആ ഒരു വേ ഓഫ് മേക്കിംഗ് ആണ് അർജുൻ അശോകനെ പ്ലേസ് ചെയ്തിരിക്കുന്ന ക്യാരക്ടർ. അപ്പോൾ പുള്ളി അത് പെർഫെക്റ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ അനശ്വര ആണെങ്കിലും ബാലു വർഗീസ് ആണെങ്കിലും അവരവർക്ക് കൊടുത്തിരിക്കുന്ന റോളിൽ അവർ പെർഫെക്റ്റായിട്ട് പോകുന്നുണ്ട്. പിന്നെ കഥ പറഞ്ഞു പോകുന്ന പശ്ചാത്തലം എനിക്കൊന്ന് ഇടുക്കി ബേസ്ഡൊക്കെയാണ്. അപ്പം അതൊക്കെ ഇങ്ങനെ സ്ക്രീനിൽ കണ്ടിരിക്കാനായിട്ടൊരു ഭംഗിയുണ്ട്. പിന്നെ ബാക്കി വന്നിരിക്കുന്ന റോളുകളെല്ലാം പെർഫെക്റ്റാണ്. ആക്ച്വലി കോമഡിയാണ്. കോമഡി എന്ന് പറഞ്ഞാൽ എന്താ പറയുക, കോമഡിക്ക് വേണ്ടി ചെയ്തതല്ല, എന്നാലും നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട് ചില കോമഡികൾ. അനശ്വര സൂപ്പർ ആയിട്ടുണ്ട്. അനശ്വരയുടെ കുറച്ച് നമ്മൾ പ്രതീക്ഷിക്കാത്ത സീനുകളൊക്കെ ഇതിൽ വന്നിട്ടുണ്ട്. ബാലു വർഗീസ് തകർത്തുണ്ട്. എടുത്തു പറയാൻ അർജുൻ അശോകൻ പെർഫോമൻസ് ആണ്. അനശ്വരൻ്റെ ടൈമാണ് ഇപ്പോൾ. ഞാൻ വേഗ ചിത്രം നന്നായി ചെയ്തിട്ടുണ്ട്. അച്ഛൻ്റെ കാസ്റ്റിംഗ് അത്രയായി വലിയ, ബാക്കിയെല്ലാം നല്ലതാണ്. എല്ലാം കൊണ്ട് നല്ലൊരു കോമഡി ത്രില്ലറാണ്. നല്ലൊരു എൻ്റർടൈനറുമാണ്. ഒപ്പം നല്ല മെസ്സേജ്, നന്മയുള്ള മെസ്സേജുണ്ട്. എനിക്ക് നല്ല ഒരു ഫാമിലി ആയിട്ട് കണ്ടിറങ്ങാൻ പറ്റുന്ന, പ്ലസൻ്റ് ആയിട്ട് കണ്ടിറങ്ങാൻ പറ്റുന്ന ഒരു സിനിമയാണ്. കുടുംബത്തോടൊപ്പം കുട്ടികളോടൊപ്പം ഒക്കെ ഒരുപോലെ ചിരിച്ച് കണ്ടിറങ്ങാൻ പറ്റുന്ന പഴയ കാലത്തെ ബേസിൽ ജോസഫ്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ബേസിലിൻ്റെ ഓഡിയൻസ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ദിലീപ് ഏട്ടൻ്റെ ഒക്കെ സിനിമകൾ ഒരു കാലത്ത് നമ്മൾ കണ്ട് എൻജോയ് ചെയ്തിരുന്ന ടൈപ്പ് ഓഫ് ഒരു ജോണർ, ആ ജോണർ ഇപ്പോൾ തിയേറ്ററിൽ നമ്മൾ മിസ് ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ നമ്മൾ മിസ് ചെയ്യുന്ന ഒരു ജോണറിൽ പെടുന്ന ഒരു സിനിമയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏറെ കാലങ്ങൾക്ക് ശേഷം തിയേറ്ററിൽ ഇങ്ങനൊരു സിനിമ എൻജോയ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു എന്താ പറയുക സാറ്റിസ്ഫാക്ഷൻ മൊമെൻ്റ് ആണ്. കൂട്ടുകാരന്മാരാണ്, മറ്റേ ബാലു വർഗീസ് ആണെങ്കിലും അർജുനാണെങ്കിലും കൂട്ടുകാരന്മാരാണ്. നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട് രണ്ടുപേരും. കാരണം ഇതിനു മുമ്പ് നമുക്ക് ഒരു പള്ളിയായിട്ടുള്ള സിനിമ, ചർച്ച ബേസായിട്ടുള്ള സിനിമ വന്ന വിശുദ്ധനും റോമൻസും ആയിരുന്നു. ഇതൊരു ഫൺ ഫാമിലി എൻ്റർടൈനറാണ്. എന്തായാലും ഒരു ജനുവരി മാസം ആഘോഷിക്കപ്പെടുന്ന ഒരു ചിരിവിരുന്ന് തന്നെയാണ്. ഫാൻറ്റസി കോമഡി എൻ്റർടൈനറാണ്. ഭയങ്കര സന്തോഷം ചേട്ടൻ ഫിലിം കാണാൻ. അത് തന്നെ ചേട്ടനെ കണ്ടപ്പോൾ തന്നെ ഫ്രെയിമിൽ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം, സങ്കടമൊക്കെ ആയി. അതിൽ ഏറ്റവും അടിപൊളിയായത് എന്താ, അതിന്റെ കാസ്റ്റ്, ഡയറക്ഷൻ, അല്ലെങ്കിൽ അതിൽ ഈ പറഞ്ഞ പോലെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ഇതിൽ ഏറ്റവും അടിപൊളിയായത് തരാം. എല്ലാം ഓൾമോസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. എൻ്റെ ചേട്ടൻ്റെ പടമല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് ടൈം ആയിരുന്നു, പക്ഷെ നല്ല രസമായിരുന്നു. എല്ലാ സോങ്സ് ഒക്കെ നല്ല മൊത്തത്തിൽ കോമഡിയാണോ? മൊത്തത്തിൽ കോമഡി അല്ല, ലൈക്ക് ത്രില്ലറും ഫാൻറ്റസിയും എല്ലാം കൂടിയുള്ള ഒരു മിക്സ് ആയ ഒരു കോമഡി, ത്രില്ലറും ഫൈറ്റും. മൂന്നാമത്തെ പടവും ഇപ്പോൾ അനശ്വരാജനിലൂടെ, പിന്നെ എല്ലാവരും രേഖാചിത്രത്തിലുണ്ടായിരുന്നു. ഫസ്റ്റ് തുടങ്ങുമ്പോൾ തന്നെ തന്നെയാണ് കാണിക്കുന്നത്. അതൊരു ഭാഗ്യം. അതൊരു വലിയൊരു അനുഗ്രഹമായിട്ട് ഇപ്പോൾ അനശ്വരയോട് നേരിട്ട് പറയുകയും ചെയ്തു. കാരണം പുള്ളി ഇനിയിപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ഇനിയിപ്പോൾ നായികയായിട്ട് അല്ലേ അറിയില്ല, കാരണം ഈ മുടിയാണ് പുള്ളിയുടെ ഹൈലൈറ്റ് ആട്ടോ. ഇതിലൂടെയാണ് പുള്ളി കയറി പോകുന്നത്.